1970-കളിൽ സിംഗപ്പൂർ ഒരു അണ്ടർ ഡെവലപ്ഡ് രാജ്യമായിരുന്നു. രൂക്ഷമായിട്ടുള്ള തൊഴിലില്ലായ്മ, കലാപങ്ങൾ, ലോകത്തിലെ ഏറ്റവും വലിയ ചേരി പ്രദേശം. ഇന്ന് അതേ സിംഗപ്പൂർ ഒരു എക്കണോമിക് പവർ ഹൗസും ഒരു ഹൈലി ഡെവലപ്ഡ് രാജ്യമാണ്. സിംഗപ്പൂരിൻ്റെ ഈ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിച്ചത് ഒരൊറ്റ പോർട്ടാണ്. ഇന്ന് ആ പോർട്ട് സിംഗപ്പൂരിൻ്റെ GDP-യുടെ 7% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സിംഗപ്പൂരിന് മുഖച്ഛായ മാറ്റിയ പോർട്ട് പോലെ ഒരു മെഗാ പ്രോജക്റ്റ് ഇപ്പോൾ കേരളത്തിൽ ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്, വിഴിഞ്ഞം പോർട്ട്. ഈ പ്രൊജക്ടിന്റെ ഫസ്റ്റ് ഫേസിന് വേണ്ടി ചെലവാക്കിയ 9,000 കോടി രൂപയിൽ 65% കോൺട്രിബ്യൂട്ട് ചെയ്ത് കേരള ഗവൺമെന്റാണ്. എന്തുകൊണ്ടാണ് കേരള സർക്കാർ ഇത്രയധികം പൈസ ഈ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തത്? കേരളത്തിന്റെ ഡ്രീം പ്രോജക്റ്റ് എന്ന് വിളിക്കുന്ന ഈ പ്രോജക്റ്റ് ഭാവിയിൽ ശരിക്കും ഒരു ഗെയിം ചേഞ്ചർ ആകുമോ? 140 കോടി ജനസംഖ്യയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റുകളിൽ ഒന്നാണ് ഇന്ത്യ. ഇന്ത്യയുടെ ഫോറിൻ ട്രേഡിന്റെ 90% നടക്കുന്ന കടൽ വഴിയാണ്. പക്ഷേ ലോകത്തിലെ ടോപ്പ് 30 പോർട്ട് എടുത്താൽ അതിൽ ഒരെണ്ണം പോലും ഇന്ത്യയിൽ നിന്നില്ല. ഇന്ത്യയുടെ അത്രയും വലിയ സാമ്പത്തിക ശക്തികളല്ലാത്ത മലേഷ്യ, തായ്ലൻഡ്, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, ഗ്രീസ്, വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യയെക്കാളും ബെറ്റർ റാങ്കിങ് പോർട്ട്സ് ഉണ്ട്. 1990-കൾ മുതൽ പല രാജ്യങ്ങളും പുതിയ പോർട്ടുകൾ വഴി ഗ്ലോബൽ മാരിടൈം ട്രേഡിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ഇന്ത്യ ഈ സെക്ടറിന് വേണ്ടത്ര പ്രാധാന്യം കൊടുത്തില്ല. ഇന്ത്യയുടെ മാരിടൈം ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റായിട്ടുള്ള സാഗർമാല ആദ്യമായിട്ട് പ്ലാൻ ചെയ്തത് 2003-ലാണ്. പുതിയ പോർട്ടുകൾ പണിയാനും എക്സിസ്റ്റിംഗ് പോർട്ടുകളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനുള്ള ഈ പ്രോജക്റ്റ് പക്ഷേ 12 വർഷങ്ങൾക്ക് ശേഷം 2015-ലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതേ 2003-ൽ തന്നെയാണ് ചൈനീസ് ഗവൺമെൻറ് പോർട്ട് ലോ കൊണ്ടുവന്നത്. ഈ നിയമം വഴി ചൈനീസ് ഗവൺമെൻറ്റിന് പോർട്ടുകളുടെ മുകളിലുണ്ടായിരുന്ന കൺട്രോൾ കുറച്ച് പോർട്ടുകളെ ഒരു കൊമേഴ്ഷ്യൽ എൻ്റർപ്രൈസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ നിയമം ഗവൺമെൻറ്റിൻ്റെ മറ്റ് എഫേർട്സും കാരണം ഇന്ന് ലോകത്തിലെ ടോപ്പ് 30 പോർട്ടുകളിൽ 12 ചൈനീസ് പോർട്ടുകളാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പോർട്ടായിട്ടുള്ള ഗുജറാത്തിലെ മുന്ദ്ര പോർട്ടും മുംബൈയിലെ നവശേവ പോർട്ടൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ 4-5 ഇരട്ടി കാർഗോ ആണ് ഇന്ന് ഓരോ ചൈനീസ് പോർട്ടും ഹാൻഡിൽ ചെയ്യുന്നത്. ഇന്ത്യയിലെ മെഗാ പോർട്ടുകളുടെ ഈ കുറവ് കാരണമാണ് നമ്മുടെ രാജ്യത്തെ ട്രേഡിൻ്റെ മേജർ പങ്കും മറ്റ് രാജ്യങ്ങളിലെ പോർട്ട് വഴി ട്രാൻസ്ഷിപ്പ് ചെയ്യേണ്ടി വരുന്നത്. യൂറോപ്പിൽ നിന്നോ ചൈനയിൽ നിന്നോ ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ് ആദ്യം അവിടെ വെച്ച് ULCS അൾട്രാ ലാർജ് കണ്ടെയ്നർ ഷിപ്സ് എന്ന് വിളിക്കുന്ന വലിയ കപ്പലുകളിൽ ലോഡ് ചെയ്യും. 20,000 TEU ഒക്കെയാണ് ഈ കപ്പലുകളുടെ കപ്പാസിറ്റി. നമ്മൾ യൂഷ്വലി റോഡിലൂടെ പോകുമ്പോൾ ലോറികളിൽ ക്യാരി ചെയ്യുന്ന കണ്ടെയ്നേഴ്സ് കണ്ടിട്ടില്ലേ, 20 നീളമുള്ള കണ്ടെയ്നേഴ്സ്. ഈ കണ്ടെയ്നറുകളെയാണ് ഒരു TEU എന്ന് വിളിക്കുന്നത്. 20,000 കണ്ടെയ്നേഴ്സൊക്കെ കൊണ്ടുവരുന്ന ഈ വലിയ ഷിപ്പുകൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ പോർട്ടുകൾ ഇന്ത്യയിൽ കുറവാണെന്ന് മാത്രമല്ല, അത്തരത്തിലുള്ള പോർട്ടുകൾ ഇന്ത്യൻ ഓഷനിൽ നിന്ന് വളരെ ദൂരെ ഗുജറാത്തിലും മഹാരാഷ്ട്രയിലൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഈ കപ്പലുകൾ ഇന്ത്യക്ക് സമീപമുള്ള മറ്റ് രാജ്യങ്ങളിലെ വലിയ പോർട്ടുകളിൽ ചെന്ന് അവിടെ വച്ച് ഇന്ത്യയിലേക്കുള്ള കാർഗോ ചെറിയ കപ്പലുകൾ നിറച്ച് അത് ഇന്ത്യയിലേക്ക് എത്തിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതിനെയാണ് ട്രാൻസ്ഷിപ്മെന്റ് എന്ന് വിളിക്കുന്നത്. ശ്രീലങ്കയിലെ കൊളംബോ പോർട്ടും UAE-യിലെ ജബലലി പോർട്ടും സിംഗപ്പൂർ പോർട്ടുമാണ് ഇന്ത്യയിലേക്കുള്ള ട്രാൻസ്ഷിപ്മെന്റിന്റെ 75% ഹാൻഡിൽ ചെയ്യുന്നത്. ഓരോ വർഷവും $220 മില്യൺ ഈ പ്രോസസ്സ് കാരണം ഇന്ത്യക്ക് ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം. ഇവിടെയാണ് വിഴിഞ്ഞം ഒരു ഗെയിം ചേഞ്ചർ ആകാൻ പോകുന്നത്. ഈസി ആയിട്ട് ട്രാൻസ്ഷിപ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഡീപ്പ് സീ വാട്ടർ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടാണ് വിഴിഞ്ഞം. ഏഷ്യയും യൂറോപ്പിനെ കണക്ട് ചെയ്യുന്ന മാരിടൈം റൂട്ടിൽ നിന്ന് വെറും 18 കിലോമീറ്റർ ദൂരെ വിഴിഞ്ഞത്തേക്കുള്ളൂ. ഈ റൂട്ട് വഴിയാണ് ലോകത്തിന്റെ 30% ഗുഡ്സ് ട്രാൻസ്പോർട്ട് നടക്കുന്നത്. കൊളംബോ പോർട്ടിനേക്കാളും ജബലലി പോർട്ടിനേക്കാളും ഈ റൂട്ടിനോട് അടുത്ത് കിടക്കുന്നതും വിഴിഞ്ഞമാണ്. 18 മീറ്റർ നാച്ചുറൽ ഡെപ്ത് ഉള്ളതുകൊണ്ട് ഇന്ന് ലോകത്തിലുള്ള ഏത് വലിയ ഷിപ്പിനും വിഴിഞ്ഞത്ത് ഈസി ആയിട്ട് പോർട്ട് ചെയ്യാം. പൊതുവെ പോർട്ടുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് സെഡിമെന്റേഷൻ, അതായത് മണ്ണ് വന്ന് അടിഞ്ഞുകൂടി ഈ പോർട്ടിന്റെ ഡെപ്ത് കുറയും. സ്പെഷ്യലൈസ്ഡ് ഡ്രഡ്ജിങ് കപ്പലുകൾ ഉപയോഗിച്ച് ഈ മണ്ണ് റിമൂവ് ചെയ്യലാണ് ഇതിനുള്ള സൊല്യൂഷൻ. പക്ഷേ ഇതിന് ഒരുപാട് പൈസ ചിലവാകും. ഓരോ വർഷവും 250 കോടി രൂപയാണ് മുംബൈ പോർട്ടിൽ ഡ്രഡ്ജിങ്ങിന് വേണ്ടി ചിലവാകുന്നത്. ഈ പൈസ പോകുന്നത് ഡയറക്റ്റ്ലി പോർട്ടിന്റെ പ്രോഫിറ്റിൽ നിന്നാണ്. ഇവിടെയാണ് വിഴിഞ്ഞത്തിന്റെ നെക്സ്റ്റ് അഡ്വാൻറ്റേജ്. നാച്ചുറലി വിഴിഞ്ഞം പോർട്ടിന്റെ ബേസ് ഹാർഡ് റോക്ക് ആയതുകൊണ്ട് അവിടെ സെഡിമെന്റേഷൻ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഡ്രഡ്ജിങ്ങിന് വേണ്ട പൈസയും അത്രയും കുറവ് മതി. ഇത് പോർട്ടിന്റെ പ്രോഫിറ്റബിലിറ്റി കൂട്ടും. മോഡേൺ സെമി ഓട്ടോമേറ്റഡ് ട്രെയിൻസും AI ബേസ്ഡ് ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റമാണ് വിഴിഞ്ഞം പോർട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. ഈ സിസ്റ്റംസ് വഴി ജബലലി പോർട്ടിനേക്കാളും കൊളംബോ പോർട്ടിനേക്കാളും ഫാസ്റ്ററായിട്ട് വെറും ഒരു ദിവസം കൊണ്ട് കണ്ടെയ്നേഴ്സ് അൺലോഡ് ചെയ്ത ഒരു ഷിപ്പിന് വിഴിഞ്ഞത്തുനിന്ന് പോകാൻ പറ്റും. ഒരു ട്രാൻസ്ഷിപ്മെന്റ് കപ്പൽ ഡോക്ക് ചെയ്യാൻ കൊളംബോ പോർട്ട് $25,000 ചാർജ് ചെയ്യുമ്പോൾ വിഴിഞ്ഞം പോർട്ട് ചാർജ് ചെയ്യുന്നത് വെറും $10,000. ഈ ലോ കോസ്റ്റും പിന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സ്പീഡും അച്ചീവ് ചെയ്യാൻ പറ്റിയ ഭാവിയിൽ കൊളംബോ പോർട്ടിൻ്റെ ബിസിനസ്സിൻ്റെ നല്ലൊരു പങ്കും വിഴിഞ്ഞത്തിന് ഗ്രാബ് ചെയ്യാൻ പറ്റും. ഒരു ഗ്ലോബൽ പോർട്ടായിട്ട് മാറാനുള്ള വിഴിഞ്ഞത്തിൻ്റെ പൊട്ടൻഷ്യൽ ഓൾറെഡി വിസിബിൾ ആണ്. കഴിഞ്ഞ ഡിസംബറിൽ മാത്രം കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്ത ഈ പോർട്ടിൽ ഓൾറെഡി 250 കപ്പലുകൾ വരെയും 5 ലക്ഷം കണ്ടെയ്നേഴ്സ് ഹാൻഡിൽ ചെയ്യുകയും ചെയ്തു. മാർച്ച് മാസത്തിൽ മാത്രം 1 ലക്ഷം കണ്ടെയ്നേഴ്സാണ് വിഴിഞ്ഞം ഹാൻഡിൽ ചെയ്തത്. ഇന്ത്യയിൽ തന്നെ ഒരു മാസം 1 ലക്ഷം കണ്ടെയ്നേഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന പോർട്ടുകൾ വളരെ റെയറാണ്. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലും ഈസ്റ്റ് ഇന്ത്യയിലും 15 പോർട്ടുകളിൽ ടോപ്പ് റാങ്കിങ്ങിൽ നിൽക്കുന്ന വിഴിഞ്ഞമാണ്. ഒരു വർഷം 10 ലക്ഷം കണ്ടെയ്നേഴ്സാണ് ഫേസ് 1 വിഴിഞ്ഞത്തിൻ്റെ ടാർഗറ്റ്. ഇപ്പോഴത്തെ റേറ്റ് വെച്ച് നോക്കിയാൽ ഈ ടാർഗറ്റ് വിഴിഞ്ഞം ഈസി ആയിട്ട് അച്ചീവ് ചെയ്യും.
ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനി ആയിട്ടുള്ള MSC വിഴിഞ്ഞത്തിനെ അവരൊരു ഹബ്ബായിട്ട് സെലക്ട് ചെയ്തു. വേൾഡിന്റെ മാരിടൈം ട്രേഡിന്റെ 20% ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഒരൊറ്റ കമ്പനിയാണ്. അതായത് ലോകത്തിലെ 5 കണ്ടെയ്നർ ഷിപ്സ് എടുത്താൽ അതിലൊരെണ്ണം ഈ കമ്പനിയുടെ ആയിരിക്കും. അവരുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സർവീസാണ് ജെയ്ഡ് റൂട്ട് എന്ന് വിളിക്കുന്ന ഏഷ്യയും യൂറോപ്പിനെ കണക്ട് ചെയ്തുകൊണ്ട് ആഫ്രിക്ക ചുറ്റിയുള്ള റൂട്ട്. ഈ റൂട്ടിൽ സൗത്ത് ഏഷ്യയിലെ അവരുടെ ഒരേ ഒരു ഹബ്ബാണ് ഇപ്പോൾ വിഴിഞ്ഞു. അവരുടെ മറ്റൊരു സർവീസ് ആയിട്ടുള്ള ഡ്രാഗൺ റൂട്ടിൽ യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്ക് വരുന്ന കപ്പലുകളുടെ ഇപ്പോഴത്തെ ഹബ്ബ് കൊളംബോയ്ക്ക് പകരം വിഴിഞ്ഞുമാണ്. ഈ റൂട്ടിൻ്റെ ഒക്കെ ഭാഗമായതോടുകൂടി MSC ക്ലൗഡ് ജിറാദെ, MSC തുർക്കിയെ പോലെ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പുകൾ വിഴിഞ്ഞത്തെത്തി. ഇന്ത്യയിലെ എന്നല്ല, സൗത്ത് ഏഷ്യയിലെ ഒരൊറ്റ പോർട്ടിൽ പോലും ഇതിനു മുമ്പ് ഈ കപ്പലുകൾ വന്നിട്ടില്ല. ജെയ്ഡ് റൂട്ടിൻ്റെയും ഡ്രാഗൺ റൂട്ടിൻ്റെയും ഭാഗമായതോടുകൂടി സൗത്ത് ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും മറ്റ് രാജ്യങ്ങളിലേക്കുള്ള ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബായിട്ട് വിഴിഞ്ഞത്തിന് മാറാൻ പറ്റും. ഇതിൻ്റെ പ്രൂഫാണ് വിഴിഞ്ഞത്തുനിന്ന് ഓൾറെഡി കെനിയയിലെ മൊസാംബിക് പോർട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്ത MSC റൊസാരിയ സർവീസ്. ഇന്ന് ലോകത്തിലെ ജനവാസമുള്ള എല്ലാ കോണ്ടിനെൻറ്റ്സിലേക്കും ഡയറക്റ്റ് ഷിപ്പിംഗ് ഉള്ള ഒരേ ഒരു ഇന്ത്യൻ പോർട്ടേ ഉള്ളൂ, വിഴിഞ്ഞം പോർട്ട്. ഒഫീഷ്യൽ ഇനോഗ്രേഷന് മുമ്പും കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്ത് 1 വർഷം ആകുന്നതിന് മുമ്പുമാണ് വിഴിഞ്ഞം ഇത്രയും അച്ചീവ്മെൻറ്റ്സ് നേടിയത്. അപ്പോൾ ഈ പ്രൊജക്റ്റ് ഫുള്ളി ഫങ്ഷണലായി എല്ലാ ഫേസും കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഈ പോർട്ടിൻ്റെ റേഞ്ച് എന്തായിരിക്കും? ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രധാന പ്രൊജക്റ്റാണ് സാഗർമാല. പുതിയ പോർട്ടുകൾ പണിയും എക്സിസ്റ്റിംഗ് പോർട്ടുകളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് റീജിയണൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരലാണ് ഇതിൻ്റെ ലക്ഷ്യം. ഉദാഹരണത്തിന് ഗുജറാത്തിലെ മുന്ദ്ര പോർട്ട്. ഈ പോർട്ട് വന്നതിന് ശേഷം വെറും വേസ്റ്റ് ലാൻഡ് ആയിരുന്ന ഈ റീജിയനിൽ റാപ്പിഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ആണ് കണ്ടത്. ഇന്ന് സെസ്സും എക്സ്പോർട്ട് യൂണിറ്റുകളും കമ്പനികളും ഒക്കെ ഉള്ള ഒരു ലോജിസ്റ്റിക്സ് ഹബ്ബാണ് മുന്ദ്ര. ഇതുപോലെ ഒരു റീജിയണൽ ഡെവലപ്മെൻ്റ് ആണ് വിഴിഞ്ഞം വഴി ഗവൺമെൻറ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനീഷ്യലി റവന്യൂ ഷെയർ കിട്ടാത്ത 60 വർഷത്തിന് ശേഷം മാത്രം സർക്കാരിൻ്റെ കയ്യിലേക്ക് പോർട്ട് വരുന്ന ഈ പ്രോജക്റ്റ് ഗവൺമെൻറ് ഇത്രയും പുഷ് ചെയ്യാനുള്ള കാരണവും ഈ പോർട്ട് വന്നാൽ അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഡെവലപ്മെൻ്റ് ആണ്. ഫേസ് 1 കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ ഡയറക്റ്റായിട്ട് 5000 പേർക്കും ഇൻഡയറക്റ്റായിട്ട് 35,000 പേർക്കുമാണ് വിഴിഞ്ഞം പോർട്ട് വഴി ജോലി കിട്ടിയത്. ഈ പോർട്ട് വഴി എക്സ്പോർട്ട്സ് ഗ്രോ ചെയ്യാൻ പറ്റുമെന്നും ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്നുണ്ട്. 2022 6000 കോടി രൂപയുടെ മറൈൻ പ്രോഡക്ട്സ് ആണ് കേരള എക്സ്പോർട്ട് ചെയ്തത്. എസ്റ്റിമേറ്റ്സ് പ്രകാരം ബെറ്റർ കോൾഡ് ചെയിൻ ഫെസിലിറ്റീസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ വാല്യൂ ഈസിലി ഡബിൾ ചെയ്യാൻ പറ്റും. പുതിയ പോർട്ട് വന്നാൽ അതിനോടനുബന്ധിച്ച് ലോജിസ്റ്റിക് ഫെസിലിറ്റീസ് വരും. അതുവഴി എക്സ്പോർട്ട്സ് ബൂസ്റ്റ് ആവും. വിഴിഞ്ഞം പോർട്ടിൽ ടൂറിസ്റ്റുകളെ കൊണ്ടുവരുന്ന ക്രൂസ് ഷിപ്പുകൾക്കും ഡോക്ക് ചെയ്യാൻ പറ്റും. ഇത്രയും ഹ്യൂജ് ടൂറിസം പൊട്ടൻഷ്യൽ ഉണ്ടായിട്ടുകൂടി കഴിഞ്ഞ വർഷം വെറും 31 ക്രൂസ് ഷിപ്പുകളാണ് കേരളത്തിലെത്തിയത്. ഭാവിയിൽ ഈ നമ്പർ ഇൻക്രീസ് ചെയ്യുമെന്നും ക്രൂസ് ഷിപ്പുകളുടെ ഹബ്ബായിട്ട് വിഴിഞ്ഞം കൊച്ചി റീപ്ലേസ് ചെയ്യുമെന്നാണ് കേരള ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്നത്. വിഴിഞ്ഞം ഒരു സക്സസ് സ്റ്റോറി ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വളരെ ലേറ്റ് ആയിട്ട് വന്നൊരു സക്സസ് ആണിത്. കാരണം 1991 കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പ്ലാൻ ചെയ്തു തുടങ്ങിയ ഒരു പദ്ധതിയാണിത്. 2020 ഈ പ്രൊജക്ടിൻ്റെ എല്ലാ ഫേസസും കംപ്ലീറ്റ് ചെയ്ത് പോർട്ട് സർക്കാരിൻ്റെ സ്വന്തമാകുമെന്നാണ് അന്ന് ഗവൺമെൻറ് പറഞ്ഞത്. പക്ഷെ അതൊന്നും നടന്നില്ല. പിന്നീട് വന്ന സർക്കാരുകളുടെ സമയത്ത് പലവട്ടം ഈ പ്രൊജക്റ്റ് ചർച്ചയെങ്കിലും ഒരു പ്രോഗ്രസ് ഉണ്ടായില്ല. VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ സമയത്ത് ഒരു ഓൾ പാർട്ടി ഡെലിഗേഷൻ ഈ പ്രൊജക്റ്റിന് വേണ്ടി പ്രൈം മിനിസ്റ്ററെ കണ്ടു. എന്നിട്ടും ഈ പ്രൊജക്റ്റ് വൈകി. അവസാനം 2015 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പിലാക്കിയിരിക്കും, യാതൊരു സംശയവും വേണ്ട. 1000 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുമെന്ന് ഡിക്ലെയർ ചെയ്ത ഈ പ്രൊജക്റ്റ് പക്ഷേ 9 വർഷത്തിന് ശേഷം 2024 പിണറായി വിജയൻ ഗവൺമെൻറ്റാണ് കംപ്ലീറ്റ് ചെയ്തത്. അതായത് പ്ലാനിംഗ് തൊട്ട് കംപ്ലീഷൻ വരെ ഈ പ്രൊജക്റ്റ് 23 വർഷം എടുത്തു. ഇന്ന് വിഴിഞ്ഞം പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് കേരള ഗവൺമെൻറ് വിഴിഞ്ഞം ടൗൺഷിപ്പ് പ്രോജക്റ്റും സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് സോണും ലോജിസ്റ്റിക്സ് പാർക്കും റെയിൽ കണക്ടിവിറ്റിയും റോഡ് കണക്ടിവിറ്റിയും ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. വിഴിഞ്ഞത്തിൻ്റെ റോഡ് കണക്ടിവിറ്റിയുടെ ഇഷ്യൂ ശശി തരൂർ MP പാർലമെൻറ്റിൽ റേസ് ചെയ്തിരുന്നു. ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്ന എല്ലാ സബ് പ്രോജക്റ്റുകളും സക്സസ്ഫുള്ളി ഫിനിഷ് ചെയ്താൽ മാത്രമേ വിഴിഞ്ഞം പ്രോജക്റ്റിൻ്റെ ഫുൾ ബെനിഫിറ്റ് കേരളത്തിന് കിട്ടിയുള്ളൂ. മെയിൻ പ്രോജക്റ്റ് വൈകിയ പോലെ 10-20 കൊല്ലത്തിന് ശേഷമാണ് ഈ സബ് പ്രോജക്റ്റുകളും കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റി മറ്റ് സംസ്ഥാനങ്ങൾ മുതലെടുക്കും. തമിഴ്നാട്ടിൽ നിന്ന് വെറും 30 കിലോമീറ്റർ ദൂരെ വിഴിഞ്ഞത്തേക്കുള്ളൂ. ബോർഡർ റീജിയനിലെ സെസ്സും ലോജിസ്റ്റിക്സ് പാർക്കൊക്കെ തമിഴ്നാട് ഗവൺമെൻറ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി ഇൻഡസ്ട്രി ഫ്രണ്ട്ലി സ്റ്റേറ്റ് എന്നൊരു ഗുഡ് ബിൽ ഉള്ളതുകൊണ്ട് കമ്പനികളൊക്കെ തമിഴ്നാട്ടിൽ പോയി സ്റ്റാർട്ട് ചെയ്യും. ലാസ്റ്റ് വിഴിഞ്ഞത്തിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് തമിഴ്നാട്ടിനായിരിക്കും, കൊട്ട് ചെണ്ടയ്ക്കും തുട്ടുമാരാർക്കും. വിഴിഞ്ഞം പോർട്ടിൻ്റെ ലൊക്കേഷനും ട്രാൻസ്ഷിപ്മെൻറ്റ് കേപ്പബിലിറ്റീസും കാരണം അതിന് എക്കണോമിക് മാത്രമല്ല സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസും ഉണ്ട്. അറേബ്യൻ സീയിൽ നിന്ന് ഇന്ത്യൻ ഓഷനിലേക്കുള്ള എൻട്രി പോയിന്റിലുള്ള ഈ പോർട്ട് ഇന്ത്യൻ നേവിക്ക് യൂസ്ഫുൾ ആണ്. ചൈന ഓൾറെഡി അവരുടെ സ്ട്രിംഗ് ഓഫ് പേൾസ് പ്രോജക്റ്റ് വഴി ഇന്ത്യക്ക് ചുറ്റുമുള്ള ക്വാക്പൂ, ഹമ്പൻതോട്ട, ഗ്വാദാർ പോലത്തെ പോർട്ടുകളിൽ ഇൻഫ്ലുവൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. ഈ പോർട്ടുകൾ അവർ മിലിറ്ററി യൂസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ എക്സാമ്പിളാണ് നമ്മുടെ അഗ്നി 5 മിസൈലിൻ്റെ ടെസ്റ്റ് നടന്ന സമയത്ത് ചൈനീസ് സ്പൈ ഷിപ്പുകൾ ഇന്ത്യൻ ഓഷൻ റീജിയനിൽ വന്നതും ചൈനീസ് സ്പൈ ഷിപ്സ് ഹമ്പൻതോട്ട പോർട്ടിൽ ആങ്കർ ചെയ്തതൊക്കെ. ചൈനീസ് പോർട്ടുകളുടെ അടുത്ത് കിടക്കുന്ന ഒരു മെഗാ പോർട്ട് ആയതുകൊണ്ട് തന്നെ വിഴിഞ്ഞത്തിന് ഇതിനൊരു കൗണ്ടർ ആകാൻ പറ്റും. അതുകൂടാതെ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ നടക്കുന്ന മിലിറ്ററി ആക്ടിവിറ്റീസിൽ സർവൈലൻസ് നടത്താൻ വിഴിഞ്ഞം ഒരു ആപ്റ്റ് പോയിന്റ് ആണ്. വിഴിഞ്ഞം പോർട്ടിൻ്റെ എഗ്രിമെൻറ്റ് തന്നെ എമർജൻസി സിറ്റുവേഷൻസിൽ എല്ലാ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസും നിർത്തിവെച്ച് പോർട്ട് മിലിറ്ററി യൂസിന് വിട്ട് നൽകാനുള്ള ക്ലോസ് ഉണ്ട്.
ട്രാൻസ്ഷിപ്മെന്റ് കേപ്പബിലിറ്റീസും ജിയോ പൊളിറ്റിക്കൽ വെപ്പണായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. റീസെന്റ് ഇന്ത്യക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പരാമർശം നടത്തിയതിന്റെ പേരിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള എല്ലാ ട്രാൻസ്ഷിപ്മെന്റുകളും ഇന്ത്യ ബാൻ ചെയ്തിരുന്നു. ഇത് ബംഗ്ലാദേശിന്റെ എക്കണോമിയെ തന്നെ അഫക്ട് ചെയ്ത ഒരു ഡിസിഷനാണ്. ഭാവിയിൽ വിഴിഞ്ഞം ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങളുടെയും ആഫ്രിക്കയിലേക്കുള്ള ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായി മാറിക്കഴിഞ്ഞാൽ ഇന്ത്യക്കുള്ള ഈ ജിയോ പൊളിറ്റിക്കൽ ലെവറേജ് ഇനിയും കൂടും. ഒരു തുറമുഖം കാരണം മുഖച്ഛായ മാറിയ ഒരുപാട് പ്രദേശങ്ങൾ ലോകത്തിലുണ്ട്. ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ചൈനയിലെ ഷെൻജൻ സിറ്റി. 1980കളിൽ മത്സ്യത്തൊഴിലാളികൾ മാത്രമുള്ള ഒരു ഗ്രാമപ്രദേശമായിരുന്നത്. പിന്നീട് അവിടെ ഒരു പോർട്ട് വന്നു. പോർട്ടിനെ ചുറ്റിപ്പറ്റി ഡെവലപ്മെൻറ്റ് വന്നു. ചൈനയുടെ ആദ്യത്തെ സ്പെഷ്യൽ എക്കണോമിക് സോണായി ഷെൻജൻ. ഇന്ന് ഷെൻജൻ ലോകത്തിൻ്റെ ഒരു എക്കണോമിക് പവർ ഹൗസാണ്. DJI, BYD, OnePlus, Huawei, Tencent പോലെ നമുക്കറിയാവുന്ന പല വമ്പൻ ചൈനീസ് കമ്പനികളും ബേസ് ചെയ്തിരിക്കുന്നത് ഈ സിറ്റിയിലാണ്. സിംഗപ്പൂരിന് സിംഗപ്പൂർ പോർട്ട് പോലെ, ശ്രീലങ്കയ്ക്ക് കൊളംബോ പോലെ, ചൈനയ്ക്ക് ഷെൻജൻ പോലെ ഒരു പക്ഷേ ഭാവിയിൽ ഇന്ത്യയുടെ ഒരു എക്കണോമിക് പവർ ഹൗസ് ആയിട്ട് മാറാൻ വിഴിഞ്ഞത്തിന് പറ്റും. ഈ പോർട്ട് വഴി കപ്പലുകൾ മാത്രമല്ല, പ്രോഗ്രസും പ്രോസ്പെരിറ്റിയും കേരളത്തിലേക്ക് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.